ദേവയാനി മുത്തശ്ശനും മുത്തശ്ശിക്കും ചായ കൊണ്ടുവരുന്നുണ്ട്. ദേവയാനി അങ്ങനെ അച്ഛനും അമ്മയ്ക്കും ചായ കൊടുക്കുന്നു. ആദർശും നയനയും ഇന്ന് നേരത്തെ ഓഫീസിലോട്ട് ഇറങ്ങാനായിട്ട് നിൽക്കുന്നുണ്ട്. അവരും വരുന്നു, ജയനും എല്ലാവരും അങ്ങോട്ട് വരുന്നുണ്ട്. ഈ സമയത്ത് ദേവയാനി അച്ഛൻ്റെ അടുത്ത് പറയുന്നുണ്ട്, അച്ഛ, അച്ഛൻ്റെ പിറന്നാൾ വരിക, അച്ഛനത് മറന്നോ? നാളെയാ അച്ഛൻ്റെ പിറന്നാള്. ആഹാ, മുത്തശ്ശൻ്റെ പിറന്നാളാണോ നാളെ? എന്നാ നമുക്കത് ആഘോഷാക്കണം എന്ന് ആദർശ് പറയുന്നുണ്ട്. വേണ്ടടാ, അതിൻ്റെ ഒന്നും ആവശ്യമില്ല. ഈ വയസ്സാം കാലത്ത് എന്ത് പിറന്നാള്, അതൊന്നും വേണ്ട. അതല്ല മുത്തശ്ശ, എന്നാലും നമ്മളെല്ലാവരും ചേർന്ന് ചെറുതായി എന്തെങ്കിലും ആഘോഷിക്കണ്ടേ? ചെറിയൊരു കേക്കൊക്കെ മുറിച്ച് നമുക്ക് സദ്യയൊക്കെ ഉണ്ടാക്കി ഒരു ചെറിയ ആഘോഷം. ഇത് കേട്ട് ജലജ മനസ്സിലിങ്ങനെ പറയുന്നുണ്ട്, ഈ കിളവൻ ഇനി വയസ്സാം കാലത്ത് കുറെ പിറന്നാൾ ആഘോഷിക്കാനിട്ടാ എന്നൊക്കെ. മുത്തശ്ശ, എന്തൊക്കെ പറഞ്ഞാലും മുത്തശ്ശൻ്റെ പിറന്നാൾ ആഘോഷിക്കണം, അത് എനിക്കും വലിയ ആഗ്രഹ എന്ന് നയന പറയുന്നു. ഇതുപോലെ തന്നെ നവ്യയും അതേ അഭിപ്രായം പറയാണ്. ശരിയാ മുത്തശ്ശ, നമുക്കിത് ആഘോഷിക്കാം എന്നൊക്കെ എല്ലാവരും ഒരേ സ്വരത്തിൽ പറയുവാണ്. അതോടുകൂടി മുത്തശ്ശൻ പിറന്നാൾ ആഘോഷിക്കുക എന്ന് സമ്മതിക്കുന്നുണ്ട്. അനാമികയ്ക്കാണെങ്കിൽ ഇതൊന്നും അത്രയങ്ങ് പിടിക്കുന്നില്ല. ഹോ, പിറന്നാൾ ആഘോഷിക്കാഞ്ഞിട്ടാ, മരിക്കുന്നതിന് മുൻപേ എല്ലാവർക്കും അങ്ങ് ഓരി വെച്ച് തന്നിരുന്നെങ്കിൽ ഞാൻ എൻ്റെ പാട് നോക്കി അങ്ങ് പോയേനെ. ഇതിപ്പോ പിറന്നാൾ ആഘോഷിച്ച് ഇനി ആയുസ് കൂട്ടാനാ എന്നൊക്കെ അനാമിക പറയുന്നു. എന്നാ അനാമികയ്ക്കും ജലജയ്ക്കും ഇതൊന്നും പിടിക്കുന്നില്ലെങ്കിലും ബാക്കി എല്ലാവരും വലിയ സന്തോഷത്തിലായിരിക്കും. അങ്ങനെ പിറന്നാളിൻ്റെ കാര്യങ്ങളെല്ലാം നയന തന്നെയാണ് മുൻകൈയെടുത്ത് ഒരുക്കുന്നത്. വീടിനുള്ളിൽ കുഞ്ഞു ഫംഗ്ഷൻ നടത്തുവാണെങ്കിലും നയനയുടേതായിട്ടുള്ള ഒരുപാട് അലങ്കാര പണികളൊക്കെ വീട്ടിൽ ചെയ്യുന്നുണ്ട്. ആദർശാണെങ്കിൽ കൂടെ തന്നെ ഉണ്ടായിരിക്കും. നയന ഓരോ കാര്യങ്ങളും ചെയ്ത് വലിയ ക്ഷീണത്തിലായിരിക്കും. എന്നാൽ ദേവയാനിക്ക് നയന ഇങ്ങനെ കഷ്ടപ്പെടുന്നതൊന്നും സഹിക്കാൻ പറ്റില്ലല്ലോ. അതുകൊണ്ട് നയനയ്ക്ക് കുടിക്കാനായിട്ട് ജ്യൂസുമായിട്ട് അങ്ങോട്ട് വരുവാണ്. ഈ സമയത്ത് നയനയ്ക്ക് മാത്രമായിരിക്കും ജ്യൂസ് കൊണ്ടുവരുന്നത്. ആദർശനെ ഓർക്കുന്ന പോലും ഉണ്ടായിരിക്കില്ല ദേവയാനി. നയനയുടെ കൂടെ ആദർശുള്ള കാര്യം ദേവയാനി കണ്ടു കാണില്ല കേട്ടോ. അങ്ങനെ ജ്യൂസ് നയനയ്ക്ക് കൊടുക്കുക. അങ്ങനെ നയന നോക്കി നിൽക്കെ ആദർശ് ചോദിക്കുന്നുണ്ട്, അതെന്താ അമ്മേ, നയനയ്ക്ക് മാത്രമേ ഉള്ളോ ഇവിടെ ജ്യൂസ്? നയന ഇവിടെ കഷ്ടപ്പെടുന്ന പോലെ തന്നെയാ ഞാനും സഹായിക്കുന്നുണ്ട്. അമ്മ എന്നെ കണ്ടില്ലേ, ഇപ്പം മരുമകളോട് തന്നെയാ കൂടുതൽ സ്നേഹം അല്ലേ? ഇവളോട് എനിക്ക് എന്ത് സ്നേഹം? ഇവളിവിടെ കഷ്ടപ്പെട്ട് ജോലി ചെയ്യാണ്. ഇനി എനിക്കിവിടെ നിൽക്കാൻ വയ്യ. ഞാൻ എൻ്റെ വീട്ടിലോട്ട് പോവാണെന്ന് പറഞ്ഞാലേ നീയല്ലേ കഷ്ടപ്പെടുക. അതുകൊണ്ടാ ഞാനിടയ്ക്ക് ജ്യൂസും ചായയും പാലൊക്കെ ആയിട്ട് ഇവൾക്ക് കൊണ്ടു കൊടുക്കുന്നത്. ഇവൾക്കിനി ഒരു കുറവുണ്ടാവരുതല്ലോ. പിന്നെ നിന്നെ ഞാൻ കണ്ടില്ലടാ, അതുകൊണ്ടാണ് ഞാൻ ജ്യൂസ് എടുത്ത് വരാതിരുന്നേ. നിനക്കിപ്പോൾ തന്നെ ജ്യൂസ് കൊണ്ടുവരാം, ഇതവള് കുടിച്ചോട്ടെ. അങ്ങനെ നയന പറയുന്നുണ്ട്, വേണ്ടമ്മേ, അത് ആദർശേട്ടന് കൊടുത്തേക്ക്. എനിക്ക് ജ്യൂസ് വേണമെന്നൊന്നുമില്ല. പറ്റില്ല, ഇത് നിനക്ക് കൊണ്ടുവന്നതാ. നീ നല്ല ക്ഷീണിച്ചിരിക്കുക. നീ ഈ ജ്യൂസ് കുടിച്ചേ കുറച്ചു നേരം റെസ്റ്റ് എടുക്ക്. ഇതുപോലെ കിടന്ന് ജോലിയൊന്നും എടുക്കണ്ട. ആദർശനുള്ള ജ്യൂസ് ഞാനിപ്പോൾ കൊണ്ടുവരാം എന്നും പറഞ്ഞ് ദേവയാനി അവിടെ നിന്ന് പോകുന്നു. ആദർശാണെങ്കിൽ നയനോട് പറയുന്നുണ്ട്, നയനെ കണ്ടോ, അമ്മയ്ക്ക് നിന്നോടെ നല്ല സ്നേഹ. എനിക്ക് പോലും തരാതെ നിനക്കാ ജ്യൂസ് തന്നത്. പണ്ടത്തെ അമ്മയാണെങ്കിലേ നിനക്ക് തരാതെ എനിക്ക് കൊണ്ടുതരും. ഇതിപ്പോൾ അങ്ങനെയല്ലല്ലോ. എന്തായാലും അമ്മയ്ക്ക് എന്തൊക്കെയോ മാറ്റങ്ങളുണ്ട്, അത് ഞാനും ശ്രദ്ധിച്ചതാ. എന്നോട് വലിയ സ്നേഹ, പക്ഷേ പുറമേ എല്ലാവരും കാണുകെ എന്നെ വഴക്കു പറയുന്നുമുണ്ട്. എന്തോ ഇതിനിടയിലുണ്ട്. എന്തൊക്കെയായാലും ഞാനത് കണ്ടെത്തും എന്ന് നയന പറയുന്നു. ആദർശനും ജ്യൂസ് കൊണ്ടു കൊടുക്കുന്നുണ്ട്. നയന ജ്യൂസൊക്കെ കുടിക്കുന്നത് കണ്ട് ഒരു ചെറു പുഞ്ചിരിയോടുകൂടി ദേവയാനി നിൽക്കുവാണ്. പിന്നീടായിട്ട് പിറന്നാൾ ദിവസമായിരിക്കും. മുത്തശ്ശനും മുത്തശ്ശിയും അമ്പലത്തിലോട്ട് പോയി വഴിപാടുകളൊക്കെ കഴിക്കുന്നുണ്ട്. അന്നേ ദിവസം അങ്ങോട്ടേക്ക് പുരോഹിതനെയും വിളിച്ചു വരുത്തുന്നുണ്ട്. വീടിനുള്ളിലെ കലഹങ്ങളൊക്കെ മാറാൻ എന്തെങ്കിലും പ്രതിവിധിയുണ്ടോ എന്നൊക്കെ നോക്കിക്കാനാണ് പുരോഹിതനെ വിളിച്ചു വരുത്തുന്നത്. അങ്ങനെ പിറന്നാൾ ഒരുക്കങ്ങളൊക്കെ കഴിഞ്ഞ് കേക്ക് കട്ട് ചെയ്യുവാണ്. കട്ട് ചെയ്യുന്ന സമയത്ത് എല്ലാവരും ഗിഫ്റ്റുമായിട്ട് വരുന്നുണ്ട്. അനിയും ആദർശും അതുപോലെ ദേവയാനിയും ജയനും ഒക്കെ ഗിഫ്റ്റ് വാങ്ങി വരുന്നുണ്ട്. അങ്ങനെ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്നത് നയനയുടെ ഗിഫ്റ്റ് ആയിരിക്കും. മുത്തശ്ശൻ്റെയും മുത്തശ്ശിയുടെയും ഫോട്ടോ വരച്ചു കൊടുക്കുമായിരിക്കും നയന. ഈ ഗിഫ്റ്റ് കാണുന്നതും മുത്തശ്ശന് ഒരുപാട് സന്തോഷമാവുന്നുണ്ട്.
വിലമതിക്കാനാവാത്ത ഒരുപാട് സമ്മാനങ്ങൾ എൻ്റെ മക്കളും പേരക്കുട്ടികളൊക്കെ എനിക്ക് തന്നു. എന്നാൽ അതിൽ എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ടത് എൻ്റെ നയനമോള് തന്ന ഈ ഗിഫ്റ്റാ. അവളെ കൈകൊണ്ട് അവൾ ഞങ്ങളെ വരച്ച ഈ സമ്മാനം ഇതൊരിക്കലും മറക്കാൻ പറ്റാത്ത സമ്മാനം തന്നെയാ. എൻ്റെ മോളെ എന്ത് വരച്ചാലും അതിന് വല്ലാത്ത ഭംഗിയാ. കണ്ടോടോ എങ്ങനെയുണ്ട് എന്നൊക്കെ പറഞ്ഞ് മുത്തശ്ശിക്കും കാണിച്ചു കൊടുക്കുന്നുണ്ട്. മുത്തശ്ശൻ നയനയെ പുകഴ്ത്തുന്നത് കണ്ട് ദേവയാനിക്ക് വലിയ സന്തോഷമായി കാണും. അങ്ങനെ എല്ലാവരും ഭക്ഷണമെല്ലാം കഴിച്ചതിന് ശേഷം പുരോഹിതൻ അങ്ങോട്ട് വരുന്നു. പുരോഹിതൻ പ്രശ്നം വെച്ച് നോക്കുന്നുണ്ട്. ഇന്നത്തെ ദിവസം ഞാൻ പുരോഹിതനെ വിളിച്ചു വരുത്തിയത് എല്ലാ കാര്യത്തിനും ഒരു തീരുമാനമാവണം എന്ന് കരുതിയിട്ടാ. അറിയാം മൂർത്തി സാറേ, ഈ വീട്ടില് പല പ്രശ്നങ്ങളും നടന്നുകൊണ്ടിരിക്കുകയാണെന്ന്. പരിഹാരം എന്താണെന്ന് നമുക്ക് നോക്കാം എന്നും പറഞ്ഞ് പ്രശ്നം വെച്ച് നോക്കുകയാണ്. നോക്കുന്ന സമയത്ത് അനാമിക ഇങ്ങനെ ചിന്തിക്കുന്നുണ്ട്. ഇനിയിപ്പോ ഇയാളിങ്ങനെ ഉരുട്ടി ഉരുട്ടി നോക്കി പാലിൽ വിഷം കലർത്തിയത് ഞാനാണെന്നെങ്ങാനും വിളിച്ചു പറയോ? ഇതൊക്കെ ഓർത്തായിരിക്കും അനാമിക നിൽക്കുന്നത്. പുരോഹിതൻ പറയുന്നുണ്ട്, ഈ വീട്ടില് പല അനർത്ഥങ്ങളും നടന്നിട്ടുണ്ട്. ജീവൻ വരെ പോകുന്ന അവസ്ഥ വരെ എത്തി. അതിൽ നിന്നെല്ലാം രക്ഷപ്പെട്ട് മുന്നോട്ട് വന്നു. ഇവിടെ അനിയുടെയും അനാമികയുടെയും കാര്യമാ ഞങ്ങൾക്ക് ഏറ്റവും വലിയ സങ്കടം. അവരുടെ ദാമ്പത്യ ജീവിതം നല്ല പോലെ മുന്നോട്ട് പോകണം, അതുമാത്രമേ ഞങ്ങൾക്ക് ആഗ്രഹമുള്ളൂ. അതുകൊണ്ട് അതിനെന്തെങ്കിലും പ്രതിവിധി ഉണ്ടെങ്കിൽ ഒന്ന് പറയണം. ഇനി വല്ല അമ്പല ദർശനമോ വല്ല വഴിപാടോ എന്തെങ്കിലും പൂജകളോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഞങ്ങളത് ചെയ്യാം. അങ്ങനെ പൂജകളും വഴിപാടും ഒന്നും നോക്കിയിട്ട് ഒരു കാര്യമില്ല. 2 ജാതകങ്ങൾ തമ്മിൽ നല്ല പൊരുത്തം വേണം. മാത്രമല്ല ജീവിതത്തിൽ മുന്നോട്ട് പോകുമ്പോൾ വേണ്ടത് പരസ്പര സ്നേഹവും വിശ്വാസവും ഒക്കെ തന്നെയാ. അതൊന്നും ഇല്ലെങ്കിൽ ഇതുപോലെ പ്രശ്നങ്ങളൊക്കെ എപ്പോഴും ഉണ്ടായെന്ന് വരും. ഞാൻ മൂർത്തി സാറിൻ്റെ അടുത്ത് പറഞ്ഞിരുന്നല്ലോ, നല്ല മുഹൂർത്തത്തിലാ ആദർശിൻ്റെയും നയനയുടെയും കല്യാണം നടന്നത്. അതുകൊണ്ട് തന്നെ ആദ്യമൊക്കെ കുറച്ച് പ്രശ്നങ്ങൾ ഉണ്ടാവുമെന്ന് ഞാൻ അന്നേ പറഞ്ഞതാ. പിന്നീട് നല്ല രീതിക്ക് സ്നേഹത്തോടു കൂടി മുന്നോട്ട് പോകുമെന്നും ഞാൻ നിങ്ങളുടെ അടുത്ത് പറഞ്ഞു. അതുപോലെ തന്നെ ആയില്ലേ? 2 പേരും നല്ല സന്തോഷത്തിലല്ലേ ഇപ്പം കഴിയുന്നത്? എന്നാൽ അനിയുടെയും ഈ അനാമിക എന്ന് പറയുന്ന പെൺകുട്ടിയുടെയും ജാതകത്തിൽ പല ദോഷങ്ങളും ഉണ്ട്. 2 ജാതകങ്ങളും തമ്മിൽ കൂട്ടിച്ചേർക്കാൻ പറ്റില്ല എന്ന് ഞാൻ അന്നേ പറഞ്ഞതാ. അതിനെന്തൊക്കെയോ പ്രതിവിധികളൊക്കെ നിങ്ങൾ ചെയ്തെന്നും പറഞ്ഞു. വാഴക്കല്യാണം അങ്ങനെ മറ്റെന്തൊക്കെയോ. അതിലൊന്നും ഒരു കാര്യമില്ല. കൂട്ടിച്ചേരാൻ പറ്റാത്ത ജാതകം ഒരിക്കലും കൂട്ടിക്കെട്ടരുത്. എന്തായാലും പ്രശ്നങ്ങൾ ഉണ്ടാവും. അന്നേ ഞാൻ ഇവരുടെ വിവാഹം നടക്കരുതെന്ന് പറഞ്ഞതാ. എന്നിട്ടും കല്യാണം നടന്നു. ഇനി 2 പേരും പിരിഞ്ഞ് ജീവിക്കേണ്ടി വരുമെന്നുള്ളത് ഈ ജാതകത്തിൽ എടുത്തു പറയുന്നുണ്ട്. ഒരുപാട് നാളൊന്നും ഈ ബന്ധം നിലനിന്ന് പോവില്ല. മൂർത്തി സാറ് ഒന്നും വിചാരിക്കരുത്. ഇതിൽ കാണുന്നതാ ഞാൻ പറയുന്നത്. എന്തായാലും അനിക്ക് പറ്റിയ പെൺകുട്ടിയല്ല അനാമിക. ഇത് കേൾക്കുന്നതും അനാമികയ്ക്ക് വല്ലാതങ്ങ് ദേഷ്യം വരുന്നുണ്ട്. അനാമിക അവിടുന്ന് ദേഷ്യപ്പെട്ട് ഇറങ്ങി പോവാണ്. എന്നോട് ഒന്നും തോന്നരുത്, ഞാൻ മുഖത്ത് നോക്കി പറഞ്ഞെന്നേ ഉള്ളൂ. പലതവണ ഇതെല്ലാവരുടെ അടുത്തും ഞാൻ പറഞ്ഞതാ. വീണ്ടും ഇതിന് പ്രതിവിധിയായിട്ട് ഒന്നും ചെയ്യേണ്ടതില്ല എന്നൊക്കെ പുരോഹിതൻ പറയുന്നു. വല്ലാത്ത വിഷമത്തിലായിരിക്കും മുത്തശ്ശനും മുത്തശ്ശിയും. പുരോഹിതൻ പോയതിനു ശേഷം ജാനകി മുത്തശ്ശനോടും മുത്തശ്ശിയോടും പറയുന്നുണ്ട്, അച്ഛാ, അച്ഛൻ ചെയ്തത് തീരെ ശരിയായില്ല. മോൾക്കത് വലിയ സങ്കടമായിട്ടുണ്ട്. അതിന് ജാനകി, ഞാനല്ലല്ലോ അതൊന്നും പറഞ്ഞത്. പുരോഹിതനെ കൊണ്ട് നോക്കിച്ചു. അതെല്ലാവരും കേൾക്കെ അവർ പറഞ്ഞു. അതിനിപ്പോ ഇത്ര സങ്കടപ്പെടേണ്ട ആവശ്യമൊന്നുമില്ല. ഇക്കാര്യം കല്യാണത്തിന് മുൻപ് എല്ലാവർക്കും അറിയുന്നതല്ലേ. കല്യാണം നടത്താൻ പാടില്ല എന്നും പല പ്രശ്നങ്ങളും ഉണ്ടെന്നും അതൊക്കെ മറികടന്നല്ലേ കല്യാണം നടത്തിയത്. അതിനുശേഷം നോക്കിയപ്പോഴും അതേ കാര്യം തന്നെയാ പറഞ്ഞത്. ഇനിയിപ്പോൾ അതിൽ വല്ല മാറ്റങ്ങൾ സംഭവിച്ചോ എന്ന് നോക്കാനാ ഞാൻ ഒന്നും കൂടെ പുരോഹിതനെ വിളിച്ചു വരുത്തിയത്. നല്ലതിന് വേണ്ടിയിട്ടാ ഞാനത് ചെയ്തത്. അനിയുടെ ജീവിതം ഇങ്ങനെ പോകുന്നതിലേ എനിക്ക് വലിയ സങ്കടമുണ്ട്. അച്ഛൻ ചെയ്തത് ശരിയോ തെറ്റോ, എന്നാലും അനാമിക മോൾക്ക് അത് വലിയ സങ്കടമായിട്ടുണ്ട്. ഇത് കേട്ട് ജയൻ പറയുന്നുണ്ട്, എന്താ ജാനകി, നീ അച്ഛനെ ചോദ്യം ചെയ്യുകയാണോ? അതിൻ്റെ ആവശ്യമില്ല. അച്ഛനിങ്ങനൊരു കാര്യം ചെയ്തത് നമ്മുടെ മോൻ്റെ നന്മയ്ക്ക് വേണ്ടിയിട്ടാ. അത് നീ ആദ്യം മനസ്സിലാക്ക്. മതി ജാനകി, ഇനി ഇതിൻ്റെ പേരിൽ ഒരു സംസാരം വേണ്ട. ഇന്ന് അച്ഛൻ്റെ പിറന്നാളാ. അച്ഛൻ്റെ മനസ്സ് വേദനിപ്പിക്കുന്ന രീതിയിൽ ഇവിടെ ആരും സംസാരിക്കണ്ട എന്ന് ദേവിയനിയും പറയുന്നു. ജാനകി അവിടുന്ന് ദേഷ്യപ്പെട്ടു പോകുന്നുണ്ട്.